السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുഃഖങ്ങളെയും നമ്മുടെ വ്യസനങ്ങളെയും വേദനകളെയുമെല്ലാം കേൾക്കാനും അത് ഇറക്കി വെക്കാനും ഒരു കൂട്ടുണ്ടാവുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതേ കൂട്ടുകെട്ടുകൾ തന്നെ നമ്മെ പല തിന്മകളിലേക്കും എത്തിക്കുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. പക്ഷേ ഇതിനേക്കാളെല്ലാം അപ്പുറം നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അന ഇൻദ ദന്നി അബ്ദി ബി, എൻ്റെ അടിമ ഏതൊരു ധാരണയിലാണോ എന്നെ സ്മരിക്കുന്നത്, ആ ധാരണയിൽ തന്നെയാണ് ഞാൻ അവനോടൊപ്പം ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വ അന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർക്കുന്ന കാലത്തോളം ഞാൻ അവൻ്റെ കൂടെയുണ്ടാകും. ഇതൊരു വലിയ പ്രതീക്ഷയുടെ വെളിപ്പെടുത്തലുകളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിമധ്യയിൽ ഒരു ഉമ്മ വല്ലാതെ നിലവിളിക്കുന്നത് കാണുകയുണ്ടായി. എന്താണതിന് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ പൊന്നുമോളെ കാണാനില്ല എന്നുള്ളതായിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട കുട്ടിയെ തിരിച്ചു കിട്ടുകയും ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഉമ്മ വല്ലാതെ സന്തോഷ കണ്ണീർ വാർക്കുന്നതും കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, അല്ലയോ സ്വഹാബ, ആ കുട്ടിയെ ആ ഉമ്മ തീയിലേക്ക് എറിയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? നബിയെ, എങ്ങനെയാണ് അതിന് സാധിക്കുക? ഒരിക്കലും അത് സാധ്യമല്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, സ്വഹാബ, ഇതുപോലെയാണ് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച ഒരു അടിമയെ എങ്ങനെയാണ് അവൻക്ക് നരകത്തിലേക്ക് എറിയാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു വാക്കുകളാണിത്. ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിക്കുക എന്നുള്ളതാണ് അടിമകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്. ദിക്ർ എന്നതാണ് സൽക്കർമ്മങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും മഹത്വപ്പെട്ടതെന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്ക് മുൻകഴിഞ്ഞു പോയ മഹാരഥന്മാരായ ഔലിയാക്കൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ, അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ട് അവരുടെ ജീവിതത്തെ അവർ മെച്ചപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമകാരിയായ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും പറഞ്ഞയക്കുന്ന സമയത്ത് അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുവേ, ഫിർഔൻ അക്രമകാരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തഖാഫാ ഇന്നനി മഅകുമാ അസ്മഉ വ അറാ. നബിയെ, നിങ്ങൾ ഭയക്കേണ്ടതില്ല, കാരണം നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. അവിടെ നടക്കുന്നതുമെല്ലാം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട് എന്നുള്ളത്.
ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്മരിക്കുന്നതിലൂടെ അവൻ്റെ അടിമകൾക്ക് കൊടുക്കുന്ന വലിയ മഹത്വമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ എടുത്തു നോക്കിയാലും നമ്മളുടെ വലിയ അപകടങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡിൽ നമ്മൾ അവിടെ നിന്ന് മാറി നിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയേനെ എന്ന് പറയുന്ന പല നിമിഷങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. ആ നിമിഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട് എന്നത് ഓർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊപ്പമുണ്ട് എന്നതിൻ്റെ വലിയ തെളിവുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അവൻ്റെ നല്ല ഇബാദുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.